തേക്കിൻകാട്ടിൽ ജോൺ റോമൻ കാത്തോലിക് ജിൻഡോ. എന്നെ അറിയുന്നത് ജിൻഡോ ജോൺ എന്നുള്ള പേരിലാണ്. എൻ്റെ മതത്തിൻ്റെയോ ജാതിയുടെയോ മേൽവിലാസത്തിലല്ല. അപ്പോൾ യഥാർത്ഥ ലെഫ്റ്റ് എന്താണെന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് വന്ന നേതാവാണ് വി.ഡി. സതീശൻ. ആശയങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. ആൾബലമായിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു സംഘപരിവാറാണെന്ന നിലയ്ക്ക് കേരളത്തിലെയും സമീപകാലത്തെ ഏറ്റവും വലിയ ശത്രു, സമീപ ഭാവിയിലെ ശത്രു BJP ആണ്. അടുത്ത KC പക്ഷക്കാരനായ ഡോക്ടർ ജിൻഡോ ജോണിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനുള്ള അതൃപ്തിയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് കാരണം. മനുഷ്യരെ അടയാളപ്പെടുത്തേണ്ടത് നിലപാടുകൾ പറയുമ്പോൾ ഏതെങ്കിലും പക്ഷത്തിന്റെ ഭാഗമായിട്ട് ചാപ്പകുത്തലാണ്. ശ്രീജിത്ത് പണിക്കരല്ല കോൺഗ്രസിന്റെ ആശയപരമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരേണ്ടത്. അധികാരം കിട്ടുമ്പോൾ വരുന്ന ആൾക്കൂട്ടമല്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആർജവമാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. നമ്മളൊരു പരാജയപ്പെടുമ്പോൾ എല്ലാവരും കല്ലെറിയും, ജയിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കും. ജയിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന വഴിയിൽ ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരില്ല. തേക്കിൻകാട്ടിൽ ജോൺ റോമൻ കാത്തോലിക് ജിൻഡോ, ഡോക്ടർ ജിൻഡോ ജോൺ, നമസ്കാരം. അങ്ങനെയല്ലേ? അങ്ങനെ അല്ലെന്നാണ് ഏഷ്യാനെറ്റിലെ വിനു ബി ജോൺ സാർ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ജിൻഡോ ജോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ വിനു ബി ജോൺ പറഞ്ഞതിൽ ഫാക്ച്വലായിട്ട് മിസ്റ്റേക്ക് ഉണ്ട്. എൻ്റെ SLC ബുക്ക് ഞാൻ ഷെയർ ഇന്ന് ഫേസ്ബുക്കിൽ SLC ബുക്കിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ മാർക്ക് ലിസ്റ്റോടെ കൊടുക്കാറുണ്ട്? മാർക്ക് ലിസ്റ്റും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യമുള്ള സാധനം ഇതാണല്ലോ എന്ന് ഓർത്തിട്ട് കൊടുക്കാൻ. ശരി, എന്തിനായിരുന്നു ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നു? കേരളക്കരെ ആകെ കോൺഗ്രസ്സുകാർ മാത്രമല്ല UDF സർക്കാർ ഉണ്ടായതിൽ ഒരു വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലവും കോൺഗ്രസിന് വേണ്ടി ചാനലുകളിൽ വന്നിരുന്ന് തർക്കിച്ച, വാദിച്ച, സമരമുഖങ്ങളിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജിൻഡോ ജോൺ, താങ്കൾ എന്തിനാണ് അങ്ങനെ ഒരു അഭിപ്രായം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ഇത് ഞാൻ കുറെ കാലം ചാനലിൽ വർത്താനം പറഞ്ഞു. പലരും വിചാരിക്കുന്ന വേറൊരു പണിയില്ലാതെ വൈകിട്ട് ചാനലിൽ പോയിരുന്നു സംസാരിക്കുക. അങ്ങനെയൊന്നുമല്ല. നമ്മൾ നമ്മുടെ ജോലിയുടെ ഒപ്പം അതിനൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനമുണ്ട്. നമ്മൾ സമരങ്ങളിൽ പങ്കെടുക്കുന്നു, കേസുകളിൽ പ്രതിയാകുന്നു. 10,000-കണക്കിന് രൂപയാണ് പലപ്പോഴായിട്ട് നമ്മൾ കേസുകൾക്ക് ഫൈൻ അടച്ചത്. ഇനിയും തീരാത്ത കേസുകളൊക്കെയാണ്. ഇതെൻ്റെ മാത്രം സ്റ്റോറിയല്ല, കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ്, KSU കോൺഗ്രസ് പ്രവർത്തകരുടെയും ജീവിതാനുഭവമാണ്. അതിനുശേഷം അധികാരത്തിൽ വരുമ്പോൾ ഇത് നമ്മുടെ മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മുടെ പാർട്ടിക്കാരല്ലാത്ത മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മളെ പിന്തുണച്ചു. നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്ത സിവിക് സൊസൈറ്റികൾ, പലതരം സംവിധാനങ്ങളൊക്കെ നമുക്ക് അനുകൂലമായ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ കുറേ റോള് വഹിച്ചു. ഉദാഹരണത്തിന് ആശാ വർക്കർമാർ, അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ യഥാർത്ഥ ലെഫ്റ്റ് എന്താണെന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് വന്ന നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ ഇലക്ഷൻ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ. ആശയങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. ആൾബലമായിരുന്നില്ല. ആൾബലവും സാമ്പത്തിക ശേഷിയും ഭരണ സംവിധാനങ്ങളും മാധ്യമങ്ങളുടെ വലിയ പടയും പിണറായിയുടെ പക്ഷത്തായിരുന്നു. കുറച്ച് BJP പക്ഷത്തും കുറച്ച് BJP പക്ഷത്തും. ഈ പറഞ്ഞ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ആശയങ്ങളുടെ മാത്രം ബലത്തിൽ ജനപക്ഷ നിലപാട് കൊണ്ടാണ് നമ്മൾ അധികാരത്തിലേക്ക് എത്തുന്നത്. അവിടെ എന്നെപ്പോലുള്ള ആളുകളെ നിരാശപ്പെടുത്തുന്ന ഒരു ചെറിയ കാര്യം വന്നാൽ പോലും അസ്വസ്ഥമാക്കപ്പെടും. അത് ചെറിയ കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് രമൺ ശ്രീവാസ്തവ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ സദസ്സിൻ്റെ മുൻപിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഒരു മനുഷ്യൻ, വളരെ വിവാദപരമായിട്ടുള്ള, മര്യാദഘട്ട പ്രസ്താവന നടത്തിയിട്ടുള്ള, വർഗീയ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാൾ ഒറ്റ സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ മറ്റു പലരും, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേദിയുടെ അടുത്തെത്താൻ പോലും പറ്റാതെ, സദസ്സിലെത്താൻ പറ്റാതെ, പെരുവഴിയിൽ പൊരുവെയിൽ കൊണ്ട് വിയർത്തൊലിച്ച് നിൽക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ വേദിയിലെത്താൻ പറ്റുകയും, അതിൽ റിനി ഉണ്ടോ? റിനി ഉൾപ്പെടെയുള്ള സെൽഫി എടുക്കാനും പ്രോട്ടോക്കോളുകളൊന്നും ബാധകമല്ലാത്ത ആളുകൾ, അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഈ കഷ്ടപ്പെട്ട് തെരുവിൽ നടന്ന പലർക്കും കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട വി.ഡി. സതീശൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം വിമർശനത്തിന് അതീതനല്ല, ഓരോ വിഷയവും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും വിഷയങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയ മറ്റൊരു നേതാവില്ല. അദ്ദേഹം ഞങ്ങളെ 10-20 വർഷത്തിലധികം ഇൻസ്പയർ ചെയ്യുകയും മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ അത്തരം ചില നിലപാടുകളുടെയും ശീലങ്ങളുടെയും പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പറയാം,
ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു വലിയ അവസരത്തിൽ പിതാവിനെ ഓർക്കാം. അതിലൊന്നും ഒരു തെറ്റുമുണ്ടായി ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് ഇത് വലിയ വിവാദമായി എന്നൊക്കെ പലരും ചിത്രീകരിക്കുന്നത്. അത് അവരുടെ ലാക്ക് വേറെയാണ്, അത് പറഞ്ഞോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു ദിവസവും കഴിഞ്ഞിട്ടാണ് അഭിപ്രായം പറയുന്നത്. അതിന് കാരണം അന്ന് ആ നിമിഷം മുതൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന പലരും ഇത്തരം കാര്യത്തിൽ നെറ്റി വിളിക്കുക അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുന്നത് അത് അങ്ങനെയാണ് തീർന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ ഉണ്ടായി, ചില മാധ്യമങ്ങൾ വാർത്തകൾ വന്നു, മറ്റു പലതിനും ക്ലാരിഫിക്കേഷൻ വന്നപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞതാണ്. എന്നെ അറിയുന്നത് ജിൻഡോ ജോൺ എന്നുള്ള പേരിലാണ്, എൻ്റെ മതത്തിൻ്റെയോ ജാതിയുടെയോ മേൽവിലാസത്തിലല്ല. നമ്മൾ കേട്ട് പരിചയിച്ചതും വി.ഡി. സതീശൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി അതാണ്. 100% സെക്യുലർ ക്രെഡൻഷ്യലുള്ള, അതിലൊരു തരിമ്പും കുറവ് വന്നിട്ടില്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന വി.ഡി. സതീശൻ എന്നുള്ള പേര് മാത്രം മതി കേരളത്തിലെ മതസാമുദായിക നേതാക്കന്മാർക്ക് മറുപടിയാകാൻ. അതിന് വേറെ അലങ്കാരമൊന്നും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ശ്രീജിത്ത് പണിക്കരല്ല കോൺഗ്രസിൻ്റെ ആശയപരമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരേണ്ടത്. ഒരേ സമയം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിതാവിന്റെ പേര് മാറ്റാൻ പറ്റില്ല, നമ്മുടെ പേരെ നമുക്ക് ഗസറ്റിൽ കൊടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയാണ് പറഞ്ഞത് എന്ന് ന്യായീകരിച്ചപ്പോൾ അത് ഏറ്റു പറയുന്ന കോൺഗ്രസിലെ ചില ആളുകൾ അത് അബദ്ധമാണ്. കാരണം അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് എളുപ്പത്തിൽ ഞങ്ങളുടെയും കൂടി ആളാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് സംഘപരിവാർ ഒന്ന് ശ്രമിച്ചാൽ അപ്പൊ ഇപ്പുറത്തുനിന്ന് CPM പറയുകയാണ്, കണ്ടോ അദ്ദേഹം മുഖ്യമന്ത്രിയായി, ഇപ്പൊ സ്വരം മാറി, വാക്ക് മാറി, നിലപാട് മാറി എന്ന് പറയാൻ. ഇത് രണ്ടും കൂടി കൂടുമ്പോൾ വലിയ എളുപ്പമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു സംഘപരിവാറാണെന്ന നിലയ്ക്ക് കേരളത്തിലെയും സമീപകാലത്തെ ഏറ്റവും വലിയ ശത്രു, സമീപ ഭാവിയിലെ ശത്രു BJP ആണ്. അത് തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ നിലപാടായിട്ട് പോകണം. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ കൈയടിക്കുമ്പോൾ ഒരു അപകടം സംഭവിക്കുന്നുണ്ട്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഞാൻ ഒരു തരത്തിലും അദ്ദേഹത്തെ വിമർശിച്ചതല്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ എൻ്റെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കി എന്നുള്ളതുള്ളൂ. അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എനിക്കത് പറയേണ്ട കാര്യമുണ്ട്, കാരണം ഞാൻ ശീലിച്ചത് അതാണ്. ഞാൻ ഈ സ്കൂളിന്റെ സ്റ്റുഡൻ്റ് ആണ്, അപ്പൊ അത് പറഞ്ഞാലേ പറ്റുള്ളൂ. ഈ കടുത്ത KC പക്ഷക്കാരനായ ഡോക്ടർ ജിൻഡോ ജോണിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിലുള്ള അതൃപ്തിയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് കാരണം എന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയാണ് അവസാന വാക്ക് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഞാൻ കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തും, അഭിപ്രായം രേഖപ്പെടുത്തും, ഇതൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ലൈക്കോ എനിക്ക് കിട്ടുന്ന ഷെയറോ ഒന്നും എന്നെ ഒരു തരത്തിലും മഞ്ഞളിപ്പിക്കാറില്ല, എൻ്റെ കണ്ണ് മഞ്ഞളിപ്പിക്കാറില്ല. ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്താൻ വേറെ സംവിധാനങ്ങൾ, ഫോറങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അത് തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും നമുക്ക് അതിനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഒത്തുവരണമെന്നില്ല. എല്ലാവർക്കും കിട്ടുന്ന ഒരു വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ മോശപ്പെട്ട രീതിയിലും നല്ല രീതിയിലും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അതിന് ആ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നു. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ കടുത്ത KC പക്ഷക്കാരനാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഞാൻ 2003 UC കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്ന കാലം തൊട്ട് എനിക്ക് മുഹമ്മദ് ഷിയാസിനെ പരിചയമുണ്ട്. വളരെ വൈകാതെ തന്നെ അന്നത്തെ പറവൂർ MLA വി.ഡി. സതീശനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പഠനകാലത്ത് ഇത്രയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ, രാഷ്ട്രീയ നിലപാടുകളിലൂടെയൊക്കെ ഇൻസ്പയർ ചെയ്ത ഒരു നേതാവ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. 2011 എന്ന് പറഞ്ഞ കാലമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അധികാരത്തോട് വിയോജിച്ച് നിൽക്കാനും വേണം കുറച്ച് ശേഷിയൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രതിപക്ഷത്തായിരിക്കുക എന്ന് പറയുന്നതിൽ ഒരു കുറവുണ്ടെന്ന് വിചാരിക്കുന്നില്ല. അതൊരു കോൺഗ്രസ്സുകാരൻ്റെ ഉത്തരവാദിത്തം ഞാൻ വിചാരിക്കുന്നത്. അധികാരവും ഭരണവും എന്നെ ഒരിക്കലും പ്രീതിപ്പെടുത്തിയിട്ടില്ല. 2011 അദ്ദേഹം അർഹിച്ച മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടപ്പോൾ, ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ശരിയുണ്ടെന്ന് തോന്നി വിശ്വസിച്ച് കൂടുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മാറ്റി നിർത്തപ്പെടേണ്ട ആളായിരുന്നില്ല എന്നാണ് വിശ്വാസം. അധികാരം കിട്ടുമ്പോൾ വരുന്ന ആൾക്കൂട്ടമല്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആർജവമാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഞാൻ KC പക്ഷമാണെന്ന് എന്നെ ആക്ഷേപിക്കുന്നവർ എന്ത് ബോധ്യത്തിൽ അത് പറയുന്നതല്ല. ഇനി KC വേണുഗോപാൽ കോൺഗ്രസിന്റെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഈ കോൺഗ്രസിന് 100 സീറ്റോട് കൂടി പാർലമെന്റിൽ വരാനും ഇന്ത്യ മുന്നണിക്ക് 240 സീറ്റിലേക്ക് എത്താനും ഭാരത് ജോഡോ എന്ന ചരിത്ര നിയോഗം നിർവഹിക്കാനും ഒക്കെ സംഘാടന ശേഷി കാണിച്ചൊരു നേതാവാണ്. ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടെന്നേ. നാട്ടിലെ ഏത് തോൽവിക്കും ഉത്തരവാദിത്തം മനുഷ്യന്റെ തലയില്ല. എല്ലാ ജയങ്ങളും മറ്റു പലരുടെ അവകാശവാദങ്ങളാണ്.
അപ്പൊ അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. ഒരു 5-8 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ഇതുപോലെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആക്ഷേപിച്ച ഒരാളെ ഇല്ലാതാക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നല്ല ഒരു ഫെയർവെൽ കിട്ടാൻ അർഹതപ്പെട്ട മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ പക്ഷം ചേർന്നുകൊണ്ടാണ് എന്നെ പക്ഷമാണെന്ന് ചാപ്പടിക്കുന്നത്. മോശപ്പെട്ട പ്രതിപക്ഷ നേതാവായതുകൊണ്ടല്ല അദ്ദേഹം തോറ്റത്. പലതരം സാഹചര്യങ്ങളുണ്ടായിരുന്നു. സർക്കാർ അനുകൂല PR ഉണ്ടായിരുന്നു, കോവിഡിന്റെ സമയം ഉണ്ടായിരുന്നു. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ അല്ലാതെ മത്സരത്തിൽ ഏർപ്പെട്ടപ്പോൾ വേണ്ടത്ര പരിഗണനയും പിന്തുണയും കിട്ടാതെ നേതൃത്വം കൊടുത്ത് മത്സരിച്ചപ്പോൾ ആ മനുഷ്യൻ പരാജയപ്പെട്ടത് അയാളുടെ മാത്രം കുറ്റമായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ പോലും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഡൽഹിക്ക് കത്തയച്ച യൂത്ത് കോൺഗ്രസിന്റെ 22 പേരിൽ ഒരാളാണ് ഞാൻ. അത് മാറണമെന്ന് പറഞ്ഞ ആ മനുഷ്യനോടുള്ള വിയോജിപ്പ്, എതിർപ്പ് കൊണ്ടല്ല. നമ്മളൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഫേസ് ചേഞ്ച് നിർബന്ധമാണ്. അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ടാണ് ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയപ്പോൾ ഇതുപോലെ ആരാധക വൃന്ദം എന്നെ തെറി വിളിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്ത സ്റ്റാൻഡ് ശരിയാന്ന് ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ മനുഷ്യരെ അടയാളപ്പെടുത്തേണ്ടത് നിലപാടുകൾ പറയുമ്പോൾ ഏതെങ്കിലും പക്ഷത്തിന്റെ ഭാഗമായിട്ട് ചാപ്പകുത്തലല്ല. ചിലപ്പോൾ നമ്മൾ നിലപാട് പറയുമ്പോൾ ജിഹാദിയാവും, ചിലപ്പോൾ നിലപാട് പറയുമ്പോൾ ക്രിസംഗിയാവും, ചിലപ്പോൾ നിലപാട് പറയുമ്പോൾ നമ്മൾ KC പക്ഷമാവും. ഇക്കാലം മാത്രമേ ഞാൻ VD പക്ഷമെന്നാണ് ആക്ഷേപം കേട്ടത്. VD സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ് ഞാൻ എന്ത് കാര്യം ചെയ്താലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ അവർ ചാപ്പ കുത്തിക്കോട്ടെ. ഞാൻ പറയും, ഞാൻ ഇതിനു മുമ്പും പലർക്കെതിരെയും സംസാരിച്ചിട്ടുണ്ട്. ചിലർക്ക് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയുണ്ട്. അതുകൊണ്ട് എന്തും പറയാമോ എന്നാണെങ്കിൽ എന്തും പറയാമെന്നല്ല, ചിലത് പറയേണ്ട സമയത്ത് പറയണമെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നാളെ മുതൽ ഞാൻ KC പക്ഷമാണ്. എനിക്കെന്താ കുഴപ്പം? ഈ പാർട്ടി ഒരു മോശപ്പെട്ട നേതാവല്ല KC വേണുഗോപാൽ. അർഹിച്ച പരിഗണന കിട്ടാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത പോയ ഒരു മനുഷ്യന്. എല്ലാ അധ്വാനങ്ങളും സെലിബ്രേറ്റ് ചെയ്യപ്പെടണമെന്നില്ല, എല്ലാം മറ്റേ വിസിബിലിറ്റി ഉണ്ടാകണമെന്നില്ല. ഒരുപാട് മനുഷ്യർ ദേശാഭിമാനത്തിന്റെ ഭാഗമായിട്ട് ഈ പാർട്ടിയുടെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചു. നമ്മൾ ഗാന്ധിയെയും നെഹ്റുവിനെയും പട്ടേലിനെയും കലാമിനെയൊക്കെയാണ് കലാമിനെയൊക്കെയാണ് ഓർക്കുന്നത്. അങ്ങനെ കുറച്ച് പേരെ, ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചില്ലേ? അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പോൾ പേരുകൾ എഴുതി ചേർക്കുക, PR നടത്തുന്നതിൽ മാത്രമല്ല ഒരു നേതാവിന്റെ അധ്വാനത്തിന്റെ ഫലം ഇരിക്കുന്നത്. അത് എല്ലാ തരത്തിലും പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ KCയുടെ പക്ഷമെന്നോ RCയുടെ പക്ഷമെന്നോ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് മറ്റൊരു അഭിപ്രായം പറയുമ്പോൾ VDയുടെ പക്ഷമെന്നോ, ഏത് പക്ഷമെന്ന് പറഞ്ഞാലും ഞാൻ കോൺഗ്രസിന്റെ പക്ഷമാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അധികാരം മന്ത്രിസ്ഥാനം കിട്ടാതെ വേറൊരു MLA ആയി തുടർന്ന VD സതീശൻ ആ സർക്കാരിൽ ഇരുന്നുകൊണ്ട് തന്നെ, അതിന്റെ ഭാഗമായിരുന്നുകൊണ്ട് തന്നെ ആ സർക്കാരിനെ വിമർശിച്ച ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അല്ല, ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നത് അതൊരു കുഴപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള VD സതീശന്റെ ശിഷ്യന് VD സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതുണ്ട്. അത് ഇല്ല എന്നൊക്കെ ആര് പറഞ്ഞാലും ഇല്ല അതാകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വ്യക്തിപരമായി ഒരു ആക്ഷേപം ചെയ്യുകയോ ഒന്നുമല്ല. ഞാനൊരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിച്ചു എന്നുള്ളൂ. അതിന്റെ പേരിൽ ഞാൻ വിചാരിക്കുന്നത്, ഈ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന സർവേ റിപ്പോർട്ടുകൾ നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് പരിശോധിക്കണം. മിക്കവാറും എല്ലാ മാധ്യമങ്ങളും CPM-ന് അനുകൂല നരേറ്റീവ് എടുത്തത്. ഉറപ്പായും യാതൊരു തരത്തിലും സാധാരണക്കാരുമായി ബന്ധമുള്ള ഗ്രൗണ്ട് റിയാലിറ്റി ഇല്ലാത്ത റിപ്പോർട്ടിങ്ങുകളും ആങ്കറിങ്ങുമാണ് മാധ്യമങ്ങളിൽ നടത്തിയത്. സർവേ റിപ്പോർട്ടുകൾ, പ്രീ പോൾ സർവേ, എക്സിറ്റ് പോൾ സർവേ ഒക്കെ നടത്തി. ജനവിധി എന്തായിരുന്നു? ഇതിൽ ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകരും 2 ദിവസം മുമ്പേ തൊട്ട് കൂറുമാറിക്കഴിഞ്ഞു. ഈ അധികാരം മുമ്പേ അല്ല, 102 സീറ്റാണെന്ന് കൂറുമാറിക്കഴിഞ്ഞു. ഇവരെല്ലാവരും പിന്തുണച്ച് വഷളാക്കിയ നേതാവിന്റെ പേരാ പിണറായി വിജയൻ. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, പിന്തുണച്ച് വഷളാക്കുകയല്ല ചെയ്യണ്ടേ, എല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്ത് നന്നായി നയിക്കാനായിട്ടുള്ള സഹായമാണ് ഉണ്ടാകേണ്ടത്. കൈയടിച്ച് കഴിയുമ്പോൾ, നമ്മളൊരു പരാജയപ്പെടുമ്പോൾ എല്ലാവരും കല്ലെറിയും, ജയിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കും. ജയിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന വഴിയിൽ ചിലപ്പോൾ ആരും ഉണ്ടായിരുന്നു വരില്ല. അപ്പം നമ്മൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യണം. ഇത്തരം മാധ്യമ സഖാക്കന്മാര് കൂറുമാറാൻ വലിയ മടിയൊന്നുമില്ല. അതുപോലെ കുറെ ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ അവതാരങ്ങളെയും മാധ്യമ സഖാക്കന്മാരെയൊക്കെ ഭയപ്പെടണം. അവരിങ്ങനെ പറയുന്നത് മാറ്റി പറയും. ഇപ്പൊ പറയുന്ന മുഴുവൻ കുറ്റത്തിന്റെ ഉത്തരവാദി പിണറായി വിജയൻ എന്നാ. പിണറായി വിജയൻ മാത്രമല്ല ആ പരാജയത്തിന് ആ പാർട്ടിയുടെ ഉത്തരവാദി.
പിണറായി വിജയൻ ഈ തോന്നിവാസമൊക്കെ ചെയ്തപ്പോൾ കൈയടിച്ച് പിന്തുണച്ച് തള്ളി കൊടുത്തുകൊണ്ടിരുന്ന എല്ലാവരും ഉത്തരവാദികൾ.